ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരത്തിനായി ഇറാൻ താരങ്ങൾ ബസ്സിൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ റോഡരികിൽ നിന്നും ജൂതലോബി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഷെയ്ം ഓൺ യു ഇറാൻ, ഷെയ്ം ഓൺ യു ഇറാൻ എന്ന്. അമേരിക്ക ചതിക്കുമെന്നുറപ്പുള്ള ഇറാൻ ഭരണകൂടം ഫിഫയ്ക്ക് മുൻപിൽ പറഞ്ഞ ആവലാതികൾ ഇപ്രകാരമാണ്: അമേരിക്കയിൽ നിന്നും ഇറാന്റെ കളി മാറ്റണം. പക്ഷേ ഫിഫ അതിന് തയ്യാറായില്ല. ഏതെങ്കിലും തരത്തിൽ ഇറാനെതിരെ സ്റ്റേഡിയത്തിനുള്ളിൽ നിന്നും ഇറാൻ വിരുദ്ധ മുദ്രാവാക്യമോ താരങ്ങളെ ഇകഴ്ത്തലോ ഇറാന് പകരം റസാ പഹ്ലവിയെ പിന്തുണക്കുന്നവരുടെ കയ്യിലുള്ള സിംഹത്തെ പതിപ്പിച്ച പതാക വീശുകയോ ചെയ്താൽ ആ സമയം തങ്ങൾ കളിയിൽ നിന്നും പിൻവാങ്ങുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിരുന്നു. എന്നാൽ അതൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, സംഭവിച്ചത് മറ്റൊന്നാണ്. ഭീകര രാജ്യമെന്നും തിന്മയുടെ അച്ചുതണ്ടെന്നും അമേരിക്ക വിശേഷിപ്പിച്ച അതേ ഇറാന്റെ പതാക അമേരിക്കൻ മണ്ണിൽ വിരിഞ്ഞെന്ന് മാത്രമല്ല, ഇറാന്റെ ദേശീയ ഗാനം താരങ്ങൾക്കൊപ്പം ഗാലറി ഉറക്കെ പാടുന്ന സന്ദർഭത്തിനും ഇന്ന് ലോകം സാക്ഷിയായി. മറ്റെന്തിനേക്കാളും നോവേറുന്ന സാന്നിധ്യമായിരുന്നു ഇത്തവണ ഇറാൻ ടീമിന്. അമേരിക്ക തീർത്ത യുദ്ധ ദുരിതവും മിനാബിലെ കുഞ്ഞുങ്ങളുടെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളും ഇറാനിൽ നിഴലിച്ചു നിന്നു. അമേരിക്കയിൽ വന്നിറങ്ങിയ താരങ്ങളുടെ കുപ്പായത്തിൽ മിനാബ് 168 എന്ന് പതിപ്പിച്ചത് അന്ന് തന്നെ വാർത്തയായതാണ്. ഇതിനു പുറമെ സ്റ്റേഡിയത്തിലും മിനാബ് 168 എന്ന ബാനറുകൾ ഉയർന്നു. അമേരിക്കൻ മണ്ണിൽ ചെന്ന് ലോകമമാങ്കത്തിൽ നിങ്ങൾ ചെയ്ത കൊടും ക്രൂരത തങ്ങൾ മറക്കില്ലെന്ന് ഇറാൻ ഉച്ചത്തിൽ പറഞ്ഞത് കളിക്കിടയിലെ രാഷ്ട്രീയമായി മാറി. ഇറാന്റെ മത്സരങ്ങളിലും ഓർമ്മകളിലും സർവത്ര തങ്ങളുടെ രാഷ്ട്രീയവും ദേശീയതയും ഉണ്ടായി. മത്സരങ്ങൾക്ക് മുൻപ് പലതരത്തിലുള്ള കാർട്ടൂൺ വീഡിയോകൾ ഇറാന്റെ വിവിധ എംബസികൾ പോസ്റ്റ് ചെയ്തിരുന്നു. അവയിലെല്ലാം കളി കാണുന്നതും ആ കുട്ടികൾ കളിക്കേണ്ടിയിരുന്ന മൈതാനവും തുടങ്ങി വിങ്ങുന്ന ഓർമ്മകൾ ഇറാൻ പങ്കുവെച്ചുകൊണ്ടിരുന്നു. താരങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ മിനാബിലെ കുഞ്ഞുങ്ങൾ താരങ്ങൾക്ക് ജെയ്സി കൈമാറി കൊടുക്കുന്നതും ഈ കുഞ്ഞുങ്ങളുടെ കൈകൾ പിടിച്ച് സ്റ്റേഡിയത്തിലേക്ക് ഇറാൻ താരങ്ങൾ നടന്നു വരുന്നതുമെല്ലാം ചൂടുള്ള രാഷ്ട്രീയ പ്രതിഷേധ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ ഇറാന് സാധിച്ചു. ഒരു ഭാഗത്ത് അമേരിക്കയിൽ പന്ത് തട്ടി ഇറാൻ ന്യൂസിലാൻഡിനോട് 2-2 എന്ന സമനില വഴങ്ങുമ്പോൾ, മറുഭാഗത്ത് ട്രംപ് യുദ്ധം നിർത്തുന്നതായുള്ള കരാറിൽ ഡിജിറ്റൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. തൊട്ടപ്പുറത്ത് ഇസ്രയേൽ ആവട്ടെ ട്രംപ് തങ്ങളെ ചതിച്ചുവെന്നും പറഞ്ഞ് നെതന്യാഹുവിൻ്റെ വേവലാതിയാണ് ലോകം കാണുന്നത്. നെതന്യാഹുവിനെതിരെ ഇതോടെ ഇസ്രയേലികൾ തിരിഞ്ഞിട്ടുമുണ്ട്. ഇറാൻ എന്തൊക്കെ പറയുമ്പോഴും അവർ ലോകവേദികളിൽ തങ്ങളുടേതായ അഡ്രസ്സുകൾ തീർക്കുമ്പോൾ മനുഷ്യരെ കൊന്നും ചോര കുടിച്ചും കുഞ്ഞുങ്ങളുടെ തലയോട്ടി പിഴത്തുമെല്ലാം ഇസ്രയേൽ ഇപ്പോഴും നരഭോജിയുടെ നായാട്ടും തുടരുന്നുണ്ട്. അവർക്ക് എന്ത് ഫിഫ, എന്ത് ഫുട്ബോൾ, എന്ത് മനുഷ്യത്വം, എന്ത് ലോക കാഴ്ചകൾ.